നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾക്ക് പരിഹാരം കാണാൻ തീരുമാനം. ഇന്നലെ ചേർന്ന ജില്ലാ വികസന യോഗത്തിലാണ് തീരുമാനം. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണത്തിലും ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിലും അശാസ്ത്രീയമായ ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിലും പരിഹാരം കാണുവാനും പുനഃസ്ഥാപിക്കുവാനും യോഗത്തിൽ തീരുമാനമായതായി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA പറഞ്ഞു. ദേശീയപാതയിലെ അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണത്തിൽ ഡ്രൈനേജ് മാറ്റി പുനഃസ്ഥാപിക്കുവാൻ തീരുമാനമെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അടിയന്തരമായി എസ്റ്റിമേറ്റ് നൽകാൻ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം മൂലം വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കുമടക്കം വെള്ളം കുത്തിയൊലിച്ചെത്തിയിരുന്നു. ഡ്രൈനേജ് പുനഃസ്ഥാപിക്കുന്നതിലൂടെ ഇതിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനും തീരുമാനമെടുത്തു. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ കൊഹിനൂർ, യൂണിവേഴ്സിറ്റി, വെളിമുക്ക് എന്നിവിടങ്ങളിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുവാൻ യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടതായി MLA പറഞ്ഞു. ദേശീയപാതയിലെ അശാസ്ത്രീയമായ ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിനെതിരെയും യോഗത്തിൽ പരാതികൾ ഉന്നയിച്ചിരുന്നു. ഇതിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുമായി ആലോചിക്കാതെ സ്ഥാപിച്ച ബസ് സ്റ്റോപ്പുകൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും കൂടിയാലോചിച്ച് പുനഃസ്ഥാപിക്കുവാൻ തീരുമാനിച്ചതായും ഹമീദ് MLA പറഞ്ഞു. നമ്മുടെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ MLA-മാരും MP-മാരൊക്കെ ഉന്നയിച്ച വിഷയങ്ങൾ അത് ചർച്ച ചെയ്യുന്നതിന് കഴിഞ്ഞ ജില്ലാ വികസന സമിതിയുടെ തീരുമാനപ്രകാരം MLA-മാരുടെയും MP-മാരുടെയും ഒരു മീറ്റിംഗ് PD-യുടെ സാന്നിധ്യത്തിൽ വിളിച്ചു കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇന്ന് ആ യോഗം നടന്നു. ഒരു നല്ല ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ ആ മീറ്റിങ്ങിൽ നടന്നു. ദേശീയപാത കടന്നു പോകുന്ന മേഖലയിലെ എല്ലാ MLA-മാരും ഞങ്ങൾ 2 MP-മാരും സമദാനി ET മുഹമ്മദ് ബഷീർ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, KPA മജീദ്, ആബിദ് ഹുസൈൻ തങ്ങൾ, അതുപോലെ തന്നെ കുറുക്കോളി മൈദീൻ, നന്ദകുമാർ, പിന്നെ MLA അബ്ദുൽ ഹമീദ് അടങ്ങുന്നൊരു ടീം കംപ്ലീറ്റ് ഓരോ നിയോജക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് വളരെ പ്രധാനമായി അശാസ്ത്രീയമായ ഡ്രൈനേജ് സിസ്റ്റമാണ് വളരെ ഓരോരുത്തരും ഉന്നയിച്ചത്. ഈ അശാസ്ത്രീയമായ ഡ്രൈനേജ് എന്ന് പറയുമ്പോൾ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒന്നാകെ മലവെള്ളപ്പാച്ചിലെ വീടുകളിലേക്ക് ഒഴുകി പോവുകയാണ്, കച്ചവട സ്ഥാപനങ്ങൾക്ക് പോവുകയാണ്. അതിന് പരിഹാരം എന്നുള്ള നിലക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയ PD-യാണ് മിസ്റ്റർ പ്രവീൺ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണെന്ന് മീറ്റിംഗ് നടന്നത്. കലക്ടർ അടക്കമുണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊക്കെ അടിയന്തരമായിട്ട് എസ്റ്റിമേറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ അശാസ്ത്രീയമായ ഡ്രൈനേജ് സിസ്റ്റം പുനഃസ്ഥാപിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്താനും വേണ്ടിയിട്ടുള്ള തീരുമാനമായി ഒന്ന്. പിന്നെ മറ്റൊന്ന് നമ്മുടെ FOB ഫുട് ഓവർ ബ്രിഡ്ജ്. അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തിലെ കോഹിനൂർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി, വളരെ പ്രധാനപ്പെട്ട വെളിമുക്ക്, ഈ 3 ഫുട് ഓവർ ബ്രിഡ്ജ് അത് വളരെ പെട്ടെന്ന് തന്നെ നിലവിലുള്ള ഇത് വെച്ചിട്ട് അവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് കോഴിക്കോട് പന്തീരാങ്കാവിലൊക്കെ നിർമ്മിച്ചതുപോലെ, ഹൈവേയിൽ നിർമ്മിച്ചതുപോലെ ആ തരത്തിൽ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബസ് സ്റ്റോപ്പുകൾ എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായിട്ടാണ് ബസ് സ്റ്റോപ്പുകൾ മുഴുവൻ സ്ഥാപിച്ചിട്ടുള്ളത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുമായിട്ടൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധിയുമായിട്ടും ആലോചിച്ചിട്ട് അത് പുനഃസ്ഥാപിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ MP-മാരും MLA-മാരും ഉന്നയിച്ച ഓരോരോ വിഷയങ്ങൾ അതിനൊക്കെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇന്ന് തീരുമാനമായിട്ടുണ്ട്. സമീപകാലത്തൊന്നും നടക്കാത്ത തരത്തിൽ PD നേരിട്ട് വന്ന് MLA-മാരും MP-മാരും ജില്ലാ കലക്ടറും പിന്നെ PWD മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടന്ന മീറ്റിങ്ങിന് വലിയ പ്രതീക്ഷയിലാണ് അവിടുന്ന് PD-യുടെ ഒരു മറുപടി ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ സമയബന്ധിതമായി തന്നെ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും അതിന് പരിഹാരമുണ്ടാക്കും എന്ന് തന്നെ ഒരു തീരുമാനത്തോടു കൂടിയാണ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിച്ചത്. പാലവുമായി ബന്ധപ്പെട്ട് അല്ല, അത് തീരുമാനം അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രത്യേകം പറഞ്ഞു. അത് അപ്പോൾ അത് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടത്താമെന്ന് അവരുടെ ഭാഗത്തുനിന്ന് ആ പ്രപ്പോസലും ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, 3 സ്ഥലത്തിൽ പല നിയോജകം ഞാൻ വള്ളിക്കുന്ന് മണ്ഡലത്തിലെ കാര്യം അറിയാനാണ്.
ഈ പുതുതായി അപ്പോൾ അവിടെ സ്ഥലം ഏറ്റെടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. അല്ല, ഞാൻ ഇപ്പോൾ ഈ പന്തീരാങ്കാവിൽ, കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവിൽ, കാസർഗോഡൊക്കെ തന്നെ നിലവിലുള്ള സ്ട്രെങ്ത് വെച്ചിട്ട് അവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തരത്തിൽ തന്നെ ഇവിടെ ഉണ്ടാക്കണമെന്നുള്ളതാണ് നിർദ്ദേശിക്കുന്നത്. അത് ഒരു ഉൾക്കൊണ്ടിട്ടുണ്ട്, അത് പ്രകാരം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.